അമ്മ എന്നും പറഞ്ഞ് അച്ഛന്മാരൊക്കെ കൂടി ഒപ്പം പണിയെടുക്കുന്ന പെമ്പിള്ളേര് മുഴുവൻ അമ്മമാരാക്കാൻ നോക്കിയ സംഘടനയുടെ പേര് അമ്മ മലയാള സിനിമ കണി കണ്ടുണരുന്ന നന്മ. ഇതിനകത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പണ്ടേ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുത്തത് അന്ന് ആ നടി ആക്രമിക്കപ്പെട്ടപ്പോഴാണ്. അതിന് മുമ്പും പിമ്പും പലർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നടി മാത്രം ഇത് തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന്റെ ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വിഷയങ്ങളൊക്കെ. ഒറ്റ രാത്രി കൊണ്ട് പ്രിയ വാര്യർ നാഷണൽ ക്രഷ് ആയ പോലെ ഒറ്റ റിപ്പോർട്ട് കൊണ്ട് മലയാള സിനിമയിലെ പല നന്മമരങ്ങളുടെ വിഗ്രഹങ്ങൾ വീണൊടിഞ്ഞു. പക്ഷെ പിറ്റത്തെ രാത്രി നാഷണൽ ക്രഷിനെ എല്ലാവരും മറന്ന പോലെ ഇത് അത്ര പെട്ടെന്ന് എല്ലാവരും മറക്കാൻ പോകുന്നില്ല. കാരണം ക്രിക്കറ്റിന്റെ കമന്ററി പറയണ പോലെയാണ് ഈ മാപ്രകൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഡെയിലി രാവിലെ TV വെച്ചാൽ ഇന്നൊരു വിക്കറ്റ് വീണു, ഇന്ന് ആരുടെ വിക്കറ്റ് വീഴും നോക്കാം, മുകേഷ് സ്റ്റംപ് ഔട്ടായി, സിദ്ദിഖിന്റെ 2ാം ഇന്നിംഗ്സ്, ജയസൂര്യൻ 3ാം ഓവർ എന്നൊക്കെ പറഞ്ഞ് കൊല വെറുപ്പിക്കൽ. ഈ ഉളുപ്പില്ലാത്ത മാപ്രകളാണെങ്കിലും പണ്ടും ഇപ്പോഴും ഈ സിനിമാക്കാരെ വെച്ചിട്ട് തന്നെയാണ് കുറെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ തിരിഞ്ഞു കൊത്തി എന്നിട്ട് നടന്മാരെ ചേസ് ചെയ്ത് പിടിക്കുക, വീടിന്റെ ഗേറ്റിന് മുമ്പിൽ കാവൽ നിൽക്കുക, ബെഡ്റൂമിൽ വരെ ഡ്രോണിന് വിടുക, പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഹെലികോപ്റ്ററിൽ കയറി നടന്മാരുടെ വീട്ടിനുള്ളിൽ വരെ വള്ളി തൂങ്ങി ഇറങ്ങിയവന്മാര്. സെലിബ്രിറ്റികളായതുകൊണ്ട് ക്ലിക്ക് ബൈറ്റും വെച്ച് TRP റേറ്റ് കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ വെടലത്തരങ്ങൾ. നടൻ മുകേഷ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം സ്പീഡ് കൂട്ടുന്ന സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടി വരും. ഇതൊക്കെ മറന്ന് അദ്ദേഹം എങ്ങനെ എത്ര ദിവസം ഇങ്ങനെ കാറിലൂടെ പല വഴിയിലൂടെ ഓടുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും റൂട്ട് മാറി പിടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മറ്റു റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് പക്ഷെ അവന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ആ ഒരു കൊണച്ച സ്വഭാവം ഉണ്ടല്ലോ, അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാരൊക്കെ ഇമ്മാരി കാട്ടിക്കൂട്ടുന്നത്. ഇപ്പൊ ഇവന്മാർക്ക് പുഴയിൽ പോയ ലോറിയും വേണ്ട, മണ്ണിനടിയിൽ പോയ ആ പാവങ്ങളും വേണ്ട, ഒരൊറ്റ മഴ പെയ്താൽ മതി ഇതൊക്കെ വിട്ട് ഇവന്മാര് പരക്കം വായി ഇടുക്കി ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നു എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇവർ ഈ പറയണത് മുഴുവൻ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പാവം ജനങ്ങളുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നിങ്ങൾ കാണുന്ന ഫോർവേഡ് മെസ്സേജുകളുടെ അത്ര പോലും ജെനുവിനിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ മാപ്രകൾ അടിച്ചിറക്കണത്. കുറച്ചു മുമ്പ് പൂനമ്മാണ്ട മരിച്ചു എന്ന് പറഞ്ഞ് വെറുതെ പോസ്റ്റ് ഇട്ടപ്പോ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നത് ഈ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനകം ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത മീഡിയക്കാരുണ്ട് നമ്മുടെ ഈ മലയാളത്തിൽ. മോഡലും ബോളിവുഡ് നടിയുമായ പൂനം പാണ്ഡെ അന്തരിച്ചു. 32 വയസ്സായിരുന്നു. താൻ മരിച്ചിട്ടില്ല എന്നൊരു സന്ദേശം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് പൂനം പാണ്ഡെ. അതായത് ഒരു തേങ്ങാപ്പിണ്ണാക്കും അന്വേഷിക്കാണ്ട് വെറുതെ അടിച്ചിറക്കണവര്. അതുകൊണ്ട് ഇവന്മാര് പറയണത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങാണ്ട് വേറെ വല്ല പണിക്കും പോയാൽ നമുക്ക് നല്ലത്. കാരണം ഇവരുടെ പണി ഇതാണ്, നമ്മുടെ പണി ഇതല്ല. ആൻഡ് മറ്റേ സൈഡിൽ അമ്മക്കാരാണെങ്കിലോ കുറച്ചു പേരുടെ പേരിൽ കേസ് വന്നപ്പോഴേക്കും ആ സംഘടന തന്നെ പിരിച്ചുവിട്ടു. അപ്പൊ പിന്നെ ആർക്കും ഒന്നിനും ഉത്തരം പറയണ്ടല്ലോ. അത് അതിനേക്കാൾ വലിയ ഊളത്തരം. സിനിമയിൽ വന്ന സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് ഘോരഘോരമായി പ്രസംഗിക്കും, റിയൽ ലൈഫിലോ ബബ്ബബ്ബ. പക്ഷെ ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് മാലപ്പടക്കം പോലെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ആ റിപ്പോർട്ട് പ്രകാരം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോയ്സ് സീരീസിലെ വോട്ട് ഇൻഡസ്ട്രി പോലെയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി. ഒരു പവർ ഗ്രൂപ്പ്, അത് കൺട്രോൾ ചെയ്യാൻ കുറെ പേര്, അവരുടെ കാലിൽ നക്കി ഇരിക്കാൻ വേറെ കുറെ പേര്, എന്നിട്ട് ഇവരുടെ ഉള്ളിൽ തന്നെ അടി. ഇപ്പൊ ബുച്ചറും ഹോംലാൻഡർ അടി ഉണ്ടാക്കുന്ന പോലെയാണ് WCC അമ്മ അടി ഉണ്ടാക്കുന്നത്. എന്തായാലും കണ്ടന്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞവരെ കൊണ്ട് ഇന്ത്യയിലെ സെക്സ് ഇൻഡസ്ട്രി എന്ന് പറയിപ്പിച്ചു. ഇപ്പോ നാഷണൽ ലെവലിൽ നാറി. ഹിന്ദിയിലുള്ള ഉള്ളു ഒറിജിനലിനേക്കാൾ കൂടുതൽ കണ്ടന്റ് നമ്മുടെ മല്ലു ഒറിജിനലിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും കുറെ ഹിന്ദിക്കാർ. സംഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മീഡിയ ചാനൽ മുതൽ ചെറുതും വലുതുമായ കുറെ സ്ഥാപനങ്ങളിൽ നടക്കാറുണ്ടെങ്കിലും ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പും കൂടും എന്ന് പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് റീച്ച് കൂടും. ഇതിന്റെ ഒക്കെ ഇടയിൽ ആറാട്ടാണിനും അലിൻജോസിനും വരെ കേസ്. ഈ വെടലമാടുകളാണെങ്കിലോ സ്വന്തം കേസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. എന്തിനൊക്കെയാണോ നിങ്ങൾക്ക് റീച്ച് വേണ്ടത്? എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം? സ്വന്തം കേസ് വന്ന റിപ്പോർട്ട് ആരെങ്കിലൊക്കെ ഫേസ്ബുക്കിൽ ഇടുകയും ശരി, എല്ലാം പോട്ടെ. ബാക്കിയുള്ളവരൊക്കെ സിനിമക്കാരും ഓക്കെ സമ്മതിച്ചു. സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിൽ കിടന്ന് ഓരോ വെടലത്തരം കാണിക്കുന്ന ഇവന്മാരെപ്പോഴാണ് സിനിമക്കാരായത്? സിനിമ കാണാൻ പോയ ഒരു സിനിമക്കാരോ? എന്തൊക്കെയാണോ നിങ്ങൾ അടിച്ചിറക്കണത്? പോരാ തന്നെ ഒരു യൂട്യൂബേഴ്സ് വേറെ, അതായത് ഫോണിൽ യൂട്യൂബ് വെച്ചവരെല്ലാവരും യൂട്യൂബേഴ്സും. പക്ഷെ ഇത്രയും കേസുകൾ വന്നാലും ഇതിലൊന്നും പെടാതെ മാന്യമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. അവരെ ഇതൊന്നും അഫക്ട് ചെയ്യാൻ പാടില്ല. വളരെ ആത്മാർത്ഥമായി സിനിമ എന്ന പാഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ചെറുതും വലുതുമായ ഒരുപാട് പേരുണ്ട്. ഈ അമ്മയിലുള്ള കുറെ ഊളന്മാര് കുറെ ഊളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് ഈ താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന സിനിമക്കാരായ കുറെ പേരുടെ ജീവിതം കുട്ടിച്ചോറാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തായാലും റിപ്പോർട്ട് വന്നത് നന്നായി. അപ്പോഴാണ് കുറെ പേർക്ക് ഈ കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ധൈര്യം തന്നെ വന്നത്. സോ ഒരു മാറ്റം അനിവാര്യമാണ്. സോ ഇതിനു മുമ്പ് കണ്ടന്റിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഇൻഡസ്ട്രി എന്ന് പേരെടുത്ത് നമ്മൾ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ കാര്യത്തിലും ക്വാളിറ്റി പുലർത്തുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് നാടിന് മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഈ ശുദ്ധീകലശം. പക്ഷെ എന്തൊക്കെ തന്നെയായാലും മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകിടം മറിക്കാൻ കഴിവുള്ള റിപ്പോർട്ട് പുറത്തു വന്ന അതേ ടൈമിൽ തന്നെ സിനിമയിലെ കാലെടുത്ത് വെച്ച് ഹാഷിറിന്റെ പിള്ളേറിന് റീൽ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ അവസ്ഥ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവും. ആരും വിശ്വസിക്കൂടാ ഞാൻ. എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂലട്ടാ, സീരിയസ്ലി.